ഇതുവഴി നടന്ന് പോക്കാണ് പാട്. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ നമ്മളെ ഇത് പടഹാരമാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ചാടി വന്നു. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്താണ് എന്നൊന്നും അറിയാമെന്നില്ല. ഇതൊരു 90 ചെമ്പല്ലിയൊക്കെ മറിയാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ തന്നെ ഒരു വല നോക്കുക കേട്ടോ. ചെറുക്കപ്പനും ഇല്ല ശങ്കറും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുമല്ല. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ പാടത്ത് വന്നപ്പം ഇവിടെ ഈ കണ്ടത്തിലെല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ചാല നോക്കുന്നു. ആ, നമ്മുടെ വീഡിയോ കാണുന്നതാ അല്ലേ? നമ്മളെ വീഡിയോ കാണുന്നതാ കേട്ടോ. ആ, സന്തോഷം. അണ്ണൻ്റെ പേരെന്തുവാ? ജയൻ. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന ആളാണ്. അണ്ണ എവിടെ വീട് എവിടെയാണെന്നാ പറഞ്ഞത്? കരുമാടി. അണ്ണൻ്റെ പേരെന്തോ അണ്ണ? അണ്ണൻ്റെ ജയനും ജോയിയും അല്ലേ? അയ്യോ, സിലോപ്പിയായിരുന്നു. നമ്മളെ വല കുത്തി കേട്ടോ. ഇവിടെ ഒരു വല കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം മോട്ടർ നടത്താൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പെട്ടെന്നൊന്ന് തപ്പുക. ഇത് ഭയങ്കര കുണ്ടനായതുകൊണ്ട് ചിലപ്പം വല വലിഞ്ഞ് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ചെമ്പല്ലി മുരി വീണത്. വരാലുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വരാല് കാണണ്ട കേട്ടോ. വരാലൊന്നും കണ്ടില്ല. ചെമ്പല്ലി ഭയങ്കര ഉറങ്ങൽ ഭയങ്കരം. അതുകൊണ്ട് മരത്തിൻ്റെ അടിയിൽ കാണണം. പക്ഷേ പലതൊക്കെ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ അടിയിൽ കാണണ്ടേ. പക്ഷെ ഒന്നും കണ്ടില്ല. കാല് പോലും കണ്ടില്ല. ശാല് വരാലുണ്ടായിരുന്നു. എന്ത് വരാല് ചുമന്നെടുക്കായിരുന്നു. ഇത് പഴമരം കിടന്നതല്ലേ? അല്ലേ? കുറ്റിയുടെ ബഹളം. വരാലുള്ളത് നല്ല. ഓ, സിലോപ്പി പുറത്തുനിന്ന് വന്ന് പോയതല്ല. പുറത്തുനിന്ന് വന്ന വരാല് നല്ല വരാല. അല്ല, വരാല് ഇപ്പം ഞാൻ തപ്പിയ പോഷമില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിലുവേ നമ്മളെ കയ്യെ മുട്ടിപ്പോണ്ടേ. നമുക്ക് കിട്ടണ്ട. നമ്മളെ കയ്യെ മുട്ടിയാൽ നമുക്കും ഒരു സന്തോഷമായിരിക്കും തപ്പാൻ.
ആ ഓക്കെ. രാവിലെ നിങ്ങൾ നിങ്ങളെ പരിപാടി നടത്തി, ഞാൻ എൻ്റെ പരിപാടി. നമ്മൾ ഇതിൽ പൊക്കത്തോട്ട് നോക്കാൻ പോകാം കേട്ടോ. പക്ഷേ ഇത് ഒരു കൃഷിയില്ലാതെ കിടന്ന് പറ്റിച്ച സ്ഥലമാണ്. പക്ഷെ നമ്മളെ കയ്യെ ഒരു വരാല് പോലും മുട്ടി. ഇത് ഒരു കുഴി പോലെ കേട്ടോ. നമ്മളെന്തൊക്കെയാലും ഇതൊന്ന് വല വെച്ച് നോക്കാൻ പോവാ, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ചാലിൽ നിന്ന് നേരെ ഈ കുഴിയിലേക്ക് ബന്ധമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഈ കുഴി കാണാൻ ചാൻസ് ഉണ്ട്. വേറെ ഇതുണ്ട്, നമുക്ക് കിട്ടിയ അനുസരിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ 5 വരാല് 6 വരാല് കിട്ടിയാൽ മതി. നമ്മൾ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ വലയെടുക്കാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവിടുന്ന് ഒരു അമ്മച്ചി ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് കയറുക. എടാ മോനെ, നീ ആദ്യം നീൻ്റെ കുഴി നിന്ന് നോക്കടാ, തപ്പിയൊന്ന് നോക്ക്. നമ്മളാണെങ്കിൽ ആ കുഴി തപ്പിയ പോലും ഇല്ല. എന്നിട്ട് കുഴിയിൽ ഇറങ്ങിയെന്നും പറഞ്ഞു അതന്നെ പറയാം. ചേട്ടൻ ഇവിടെ വന്ന് ആൾ കളിക്കുന്നുണ്ട്. നമ്മൾ ആൾ കളിക്കാൻ വന്നാലല്ലോ, നമ്മൾ പിള്ളേരെ വളർത്താനായിട്ട് 2 കിലോ മീൻ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മളെ വെല്ലുവിളിച്ചിട്ട് വല്ല കാര്യം കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയി 2 കിലോ പിടിക്കുക എന്നുള്ളത്. നമ്മളവിടെ വന്നാൽ നോക്കാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തപ്പോഴേ ഒരമ്മച്ചി പറഞ്ഞ് അവിടെ തീറ്റിയിട്ട് വളർത്തുക, അതിനകത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മളിങ്ങ് പോന്ന്. നമുക്ക് ഇവിടെ രാവിലെ വെച്ച് കിട്ടിയ ആ ഒരു വരാൻ ആ ഒരു ചെമ്പല്ലി ഉള്ളു കേട്ടോ. നമ്മളെ ഈ ചാലിപ്പം നോക്കി വെച്ച് ആ ഒരു വരാലും 3 ചെമ്പല്ലി ഉള്ളു കേട്ടോ. പക്ഷെ പഴനിലം കിടന്ന പാടമായി ഇന്ന് വരാനില്ല. ആ ചൂണ്ടക്കാരല്ലേ? ആ ചൂണ്ടക്കാരാണ് പാടത്തെ മീൻ മുഴുവൻ ഒതുക്കിയത്. വരാലൊട്ടൊരെണ്ണമില്ല. ഞാനൊരു വല വെച്ചിട്ട് ഒരു വരാലും 3 ചെമ്പല്ലി ആയിട്ട്. എന്നാൽ ഇത് തെളിവണ്ണി വലയാ. ചെമ്പല്ലി ഉണ്ടെങ്കിൽ ഉടക്കും, മനസ്സിലാ. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ഊരിപ്പോണ ചെമ്പല്ലിയാ ഈ കിടത്ത് മറിയുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന കേട്ടാ. ആദി എത്ര പേരാ പഠിക്കുന്നത്? 2 ഇന്ന് പഠിത്തമില്ലേ? ആണോ? ആ ആയിക്കോട്ടെ. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളൊരു സബ്സ്ക്രൈബറാ കേട്ടോ. ആ അത് തന്നെ. അല്ല ആ പയ്യൻ എൻ്റെ ഞാനകത്ത് ഇറങ്ങിയ പോലും ഇല്ല. ആ ചെറുക്കൻ വന്ന് എൻ്റെ ഒക്കെ ഉടക്കുന്നു. ജീവിക്കാൻ നടക്കുന്നവൻ്റെ എന്നാ പറയാനാണോ. അവിടുന്ന് ആ അമ്മച്ചി പറഞ്ഞ അവിടെ വളർത്തുന്നതാണോ. ഞാനിപ്പുറത്തോട്ട് വലയെടുത്ത് ഇങ്ങ് പോകുന്നു. ഈ പയ്യൻ വന്നേച്ചും അവിടെ ഇറങ്ങിയോ പറയാം. ഞാൻ പറഞ്ഞ മോനെ ഞാൻ ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോനെ നീ ആദ്യം നിൻ്റെ കുഴി എന്ന് നോക്ക്. ആ നീ എന്ന് നിൻ്റെ കുഴി നോക്ക്, ഇറങ്ങിയോ നോക്ക്, എന്നിട്ട് വാ. ഇവിടെ വന്ന് തന്നെ ജാട കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ മോനെ ജീവിക്കാൻ വേണ്ടി വന്നേ, ജാടയൊന്നും അല്ല. ജാടയൊക്കെ കാണിച്ച കാലം കഴിഞ്ഞ്. ഇപ്പം പിള്ളേരെ വളർത്തണ്ടേ. ഞാൻ പറഞ്ഞ നീ നിൻ്റെ കുഴിയൊന്നും നോക്കാദ്യം. എന്താണ് ഇവിടെ നീ എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് എന്നെ
5-6 അവരൊന്നും ഇല്ല, പണിയൊക്കെ കൂടുതലായത് കാരണം അവരാരും ഇല്ല. നമ്മളെ അടുത്തൊരു പാടത്ത് വന്നേട്ടാ. നമ്മളിപ്പം പോയാൽ ആ പാടത്തിൻ്റെ പടിഞ്ഞാറ പാടത്താണ് പോയത്. ഇപ്പം നമ്മൾ ആറ്റ് സൈഡിലെ പാടത്ത് വന്നു. ഈ പാടം ഇപ്പോൾ ഒരുമാതിരി വരും. ചെമ്പല്ലിക്കുഞ്ഞാൽ മറിയും. നമ്മളെന്തെങ്കിലും വരാലിനൊന്ന് തപ്പി നോക്കുക നേരെ മേളിലോട്ട്. അതുകൊണ്ട് ഇല്ലൊന്നും കാണാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അത് ഉടക്കോല ഇട്ടിരിക്കില്ല, ആ കുപ്പിയിൽ ഒഴുകിപ്പോണുണ്ടല്ലേ വല ഇങ്ങനെ അങ്ങോട്ട്. അത് കോലാ വല ഇട്ടിരിക്കുക കേട്ടോ. വരാലും എല്ലാം കാണുമോയെന്നറിയാൻ മേല, എന്നാലും നമ്മളൊന്ന് നോക്കുക. നമ്മുടെ ഒരു കുപ്പി വെള്ളം ഇതിൻ്റെ അതിരിക്കുക, അതൊന്നെടുത്ത് വെളിയിട്ട്. ഇവിടെ താഴുന്ന പോലെ തോന്നി. ഒരു വരാല് ചാടിപ്പോയി. ചെമ്പല്ലി ചെമ്പല്ലിയാ മുട്ട. ചെമ്പല്ലി ചെറുപ്പോ, ചെറിയ ചെമ്പല്ലി. ആ അതെ അതെ. ഇവിടെ ആയിട്ടൊരു കൂടിച്ചമ്പല്ലേ. നമ്മളെ ഇത് ഇതിൽ ആ കാണുന്ന പടഹാരം പാലോ കേട്ടോ. ഇല്ല ആ കാണുന്ന നമ്മൾ പടഹാരം ഇപ്പം രണ്ടാമത്തെ പാടത്തിറങ്ങിയിട്ട് ഇഷ്ടം പോലെ ചെറിയ ചെമ്പല്ലി ഇരിക്കുന്നത്. കാരണം നമ്മളത് പിടിച്ച് കരത്തിലേക്ക് ഇട്ടാൽ മേടിക്കാൻ വരുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇവിടുന്നും കയറിയൊക്കെ ഞാൻ താഴത്തുനിന്ന് ഇങ്ങോട്ട് തപ്പിയിട്ട് ചെമ്പല്ലി വലിയ ചെമ്പല്ലിയുള്ള നുരി കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് വലുതായിട്ട് വരും. നുരി പൊട്ടും വെള്ളത്തിൽ താഴാൻ നേരത്തെ. ഈ നുരി പൊട്ടുക എന്ന് പറയുമ്പോൾ മീൻ ചെളിയിലേക്ക് ഇടിച്ച് താഴാൻ നേരത്താണ് അവിടെ നിന്ന് നുരി വരുന്നത്. ൂടിനടിയിൽ കൂടെ കിടക്കുന്ന കാണാൻ അതിനെ ഈ വല വെച്ചിരിക്കുന്നത്. അപ്പുറ വല വെച്ചത് ഇപ്പുറം കൂടും വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മീൻ, ഈ കാണയുടെ അടിയുള്ള മീൻ ശ്വാസം മുട്ടാൻ നേരത്ത് ആ വലയിലേക്ക് ഇറങ്ങും. എന്നാൽ ചെമ്പല്ലിക്കാരി വരാൽ ഇതെന്തൊക്കെയാലും ആ തൂമ്പിനകത്ത് കിടന്നതിന് ചിലപ്പോൾ ഏറെടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തൂമ്പ് മൊത്തം മുങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും മീനുള്ളത് ഈ വലക്കകത്തോട്ട് ഇറങ്ങും. അങ്ങനെ വെച്ചിരിക്കുമോ കേട്ടോ. വൈകിട്ടേ എടുക്കാന്നുള്ളതായിരിക്കും. അങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ മീൻ ഇറങ്ങും തൂമ്പിൻ്റെ അകത്തുനിന്ന്. ചിലവർ കുമ്മായം ഇടുന്നവരുണ്ട്. ഈ തൂമ്പിൻ്റെ അകത്തെ കുമ്മായം കലക്കി പിടിക്കുന്നവരുണ്ട്. നമ്മളപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ റോഡിനടിയിൽ കിടക്കുന്ന കലിങ്ങ, അതിൻ്റെ അകത്തുനിന്ന് ഒരു സൈഡ് വലയം വെച്ച് ഒരു സൈഡ് ഒരു കൂടും വെച്ചിരിക്കുക. ആ സൈഡ് ബ്ലോക്ക് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഉള്ള മീൻ എന്തെങ്കിലും ഇറങ്ങും. ഞാനെന്നാൽ ആ ചാലൊന്ന് നോക്കാമെന്ന് വെച്ചായിരുന്നു. ഇല്ല, ആ ചെറിയുടെ സൈഡിൽ കൂടെ ഒരു ചാലുണ്ട്, അത് നോക്കാമെന്ന് വെച്ചാൽ. അപ്പം നമ്മുടെ തൊഴിലുറപ്പിലെ അമ്മമാരില്ലേ, അമ്മമാരും ചേച്ചിമാരാ കൂടുതൽ. അവരില്ല ആ വരമ്പ് ചാല് പറമ്പെല്ലാം അവർ ക്ലിയർ ചെയ്തു.
അതെ അതെ മക്കളെ സ്ഥിരം കാണുന്നത് അതുകൊണ്ടാ നാളെ പിടി കിട്ടിയ ഹായ് ഓ കണ്ടോ അങ്ങ് പറയാനേ തലയ്ക്ക് ഇത് കാണിക്കരുത് നമുക്ക് വരാക്കണം നമ്മളെ സുഹൃത്തുക്കളെല്ലാം നിൽക്കുന്നത് അവരെല്ലാം ഞാനേ ഇവിടെ ഇതിൻ്റെ പടിഞ്ഞാപ്പുറം ഒരു ചെറിയ പാടമുണ്ട്. ആ പാടത്തൊന്ന് നോക്കാമെന്നും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പം അപ്പുറ സൈഡ് ഒരു 2 പട്ടിയുണ്ട്. ഇപ്പഴാ നിൽക്കുന്നത് പട്ടി. അത് കാരണം ഞാൻ അങ്ങോട്ട് പോവില്ല. കാരണം അപ്പാപ്പയ്ക്ക് പേടിയുള്ളത് പട്ടീനെ കേട്ടാ, പേടിയുള്ളത്. പാമ്പിനെ പേടിയില്ലെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. പക്ഷെ പാമ്പെന്ന് ഇത്രയ്ക്ക് ഉള്ളൂ, ഓടിച്ചിട്ട് കടിക്കത്തില്ല. പക്ഷെ പട്ടീനെ പേടിയാണ്. പട്ടി കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സകല ജീവനും പോകും. അതുകൊണ്ട് ഞാനിപ്പം പോകും. ഇറങ്ങാനൊന്നും മറ്റു മാർഗമൊന്നും കാണുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങും, ഇല്ലെങ്കിൽ അങ്ങ് പോകും. അപ്പം നമുക്ക് ആ ഒരു വരാലും ആ 2-3 ചെമ്പല്ലേ ഉള്ളൂ. അതെന്തൊക്കെയാലും കറിക്ക് കൊണ്ടുപോകും കേട്ടാ. ഇവിടെ കറി വെക്കും. ഇന്ന് കറി വെച്ച് കൂട്ടിയേക്കും. അപ്പോൾ നമുക്ക് കറി വെക്കാനാണെങ്കിൽ ഇന്ന് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. നമുക്ക് കറി വെക്കാനുള്ള ലാവിഷ് മീനുണ്ട് നമുക്കിന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമ്മൾ മീൻപിടുത്തം വെച്ച് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നൊന്നുമില്ല. ഒരു വരാലേ ഉള്ളൂ. അത് അരക്കിലോ ഉണ്ടാവും വരാൽ. ഒരു വരാൽ 3-4 ചെമ്പല്ലി, 5-6 ചെമ്പല്ലി. അപ്പം വിട്ടേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ പണിയാഞ്ഞിട്ടല്ല പോകാഞ്ഞിട്ടല്ല, നമ്മൾ ഇറങ്ങി തപ്പുന്നുണ്ട്. നമ്മൾ പോണ പാടത്ത് മീനില്ലാത്തതുകൊണ്ട് കേട്ടോ. പഴനിലം കിടന്ന പാടമാണ്. ആ പാടത്ത് പോയി തപ്പിയിട്ടാണ് നമുക്ക് ആ ഒരു വരാൽ കിട്ടിയത്. പിന്നെ ആ ഒരു കുഴി. അപ്പോൾ ഇതിനിടയ്ക്ക് ആ കുഴിയിലൊന്നും നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. അപ്പം ഒരു പയ്യൻ വന്ന് ഇവിടെ വന്ന് തന്നെ ജാട കാണിക്കാൻ. നമ്മൾ ഒരു ഇതുമില്ല. നമ്മൾ കുഴിയിൽ എന്തിനാ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ആ കുഴിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം കുഴിയും മോൻ ചെന്ന് നോക്കി വെച്ച് പറ ജാട കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളെന്നാ പറയാന്ന്. ഞാൻ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ ജാട കാണിച്ച് നടന്ന കണക്കാണെങ്കിൽ ആ സമയത്ത് എൻ്റെ ജാട ആ പയ്യൻ കണ്ടിട്ടില്ല. ഞാൻ അത്ര വലിയ അലമ്പായിരുന്നു. ഇപ്പം പിള്ളേരൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഇത് മാറ്റിയത്. നേരത്തെ ഭയങ്കര അലമ്പായിട്ട് നടന്നിട്ടുണ്ട്. എന്നെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ആ ഒരു നമ്മൾ ആരുടെയിലേക്കും അനാവശ്യമായിട്ട് പോകത്തില്ല. വരുന്ന ആരാന്ന് പറഞ്ഞാലും വിടത്തില്ല. അത് എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും വിടുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നമുക്ക് അതിൻ്റെ ഒരു ബഹുമാനം എപ്പോഴും ഉണ്ട് എല്ലാവർക്കും കേട്ടോ. ഞാൻ ആരോടും കയറി അനാവശ്യമായിട്ട് ഉടക്കാറില്ല. ആരും എൻ്റെ അടുത്ത് അനാവശ്യമായിട്ടും വരാറില്ല. അപ്പം അങ്ങനെ അത് നല്ലൊരു സൗഹൃദത്തിൽ പോകണം. അതുകൊണ്ട് ഇപ്പം വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തോ പറയാം, അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ പയ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയായിപ്പോയി. ഈ മുറ്റത്ത് വന്ന് നിൽക്കാൻ നേരത്ത് ഓർക്കും ഞാൻ വലിയവനാണെന്ന് വിചാരിക്കും. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും സംസാരിക്കാനുള്ള കഴിവ് വേണം. എന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ല വാതൊക്കെ വന്ന് നിൽക്കുന്ന ഒരുത്തൻ്റെയൊക്കെ പോയി ജാട കാണിക്കുകയല്ലേ വേണ്ടത്. അത് ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞ കേട്ടാ. നമ്മുടെ വാതൊക്കെ വരുമ്പോൾ നമ്മൾ ആരുടെക്കലും ജാട കാണിക്കല്ലേ. നമ്മൾ ജാട കാണിക്കുകയാണെങ്കിൽ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ ജാട കാണിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ടേ നമ്മുടെ വരാൻ നേരത്ത് നമ്മൾ കാണിക്കാവുള്ളൂ. അല്ലാതെ തിണ്ണമെടുക്കെന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അതാണ്. വാതൊക്കെ വരാൻ നേരത്ത് വലിയ ജാട കാണിക്കും. പുറത്തോട്ട് ചെല്ലുമ്പം പൂച്ച. നമ്മൾ പുറത്ത് പോയാലും അകത്ത് നിന്നാലും പൂച്ചയല്ല, പുലി തന്നെയാണ്. മാത്രമേ ഉള്ളൂ. അല്ല ഞാനൊന്ന് പറഞ്ഞ നമ്മളെ അളിയനാ കൊയ്യുന്നേട്ടാ. അപ്പുറം പോയതാ. വീട് കിടക്കുന്നത് നല്ലത്. ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഓക്കെ
ആഹാ ചേച്ചി കുട്ടനാട് മേഖല മുഴുവനും ഇപ്പം കൊയ്ത്തും മെതിയും എല്ലാം കേട്ടോ. ഇപ്പം മെതിയില്ല, ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞാൽ മെഷീനിൽ തന്നെ നെല്ലായിട്ട് ഇങ്ങ് വരുക. അമ്പിളിയാ ഇവൻ നമ്മളെ എപ്പം വരുമ്പോഴും വിളിക്കുക. അവൻ നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടോ. വണ്ടി നോക്കുക, നമ്മളെ സബ്സ്ക്രൈബറാ ഇവൻ. ഇവൻ എപ്പോഴും സ്കൂളിൽ പോയിട്ടും വരാനായിരുന്നു നമ്മളെ വിളിക്കുന്നത്. പഠിത്തമില്ലായിരുന്നു ആണ്. സിലോപ്പിയാണല്ലോടാ ഈ പൊങ്ങി നിൽക്കുന്ന മുഴുവൻ. സിലോപ്പി കുഞ്ഞ് വെള്ളം ചീത്തയായതുകൊണ്ട് സിലോപ്പി കുഞ്ഞാണ് നിൽക്കുന്ന മുഴുവനും. അത് പോരാ, അതന്നെ പോകായിരുന്നു. ശാസ്ത്രമേള നടക്കുന്നു അല്ലേ? നമ്മളെ വരാല് ഇതാണ് കിട്ടിയ വരാല് കേട്ടോ. ഇതിന് നമ്മൾ ചാടിപ്പോയ ഇത് നമ്മൾ കറി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചാടിപ്പോയിരിക്കാനാണ് ഇത് കണ്ടോ. ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ഓടിക്കുക. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവന് ഓടത്തില്ല. റെഡിയായോ? നമ്മൾ ചെമ്പല്ലി നമ്മൾ രണ്ടാമത് ഒരു പാടത്ത് പോയിരുന്നു. രണ്ടാമത് പോയ പാടത്ത് ഇതേ കാണുമ്പോൾ കുഞ്ഞ് ചെമ്പല്ലിയാണ് കേട്ടോ. കുഞ്ഞ് ചെമ്പല്ലിയാണ്. നമ്മളതെ ആ ചെമ്പല്ലി ഇല്ല, ആ വരാലുമാണ് നമ്മൾക്ക് ഉള്ളത്. ഞാൻ ഇവനെ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. കറി വെക്കാൻ കൊണ്ടുപോവാം. നമ്മളെ വരല്ല ചെതമ്പെല്ലാം ചീങ്ങി അങ്ങോട്ട് കളയുമ്പം തന്നെ ഈ വരാലിൻ്റെ പശ കൊണ്ട് ഉളും അവനങ്ങ് പോവും. ചെതമ്പിൽ ചീക്കരുത്. അതിന് നമ്മൾ നല്ലതുപോലെ കല്ലിലിട്ട് ഉറക്കുക. ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കേട്ടോ നോക്കിയാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അവനെ ഉറച്ച് നമ്മൾ വൃത്തിയാക്കിയേ. നോക്കി എന്നാ ഈ മുള്ളെല്ലാം ഉരച്ച് തന്നെ നമ്മൾ ക്ലിയർ ആക്കിയത്. ഇവനെ ഇപ്പോഴും ഇവൻ്റെ കുടലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ.
വെട്ടാൻ അറിയാത്ത ഈ അമ്മമാർക്കെല്ലാം വെട്ടാൻ അറിയാം കേട്ടാ. ഇപ്പം ഉള്ള പെണ്ണുങ്ങൾക്കാണ് ഈ വരാലിനൊന്നും വെട്ടാനൊന്നും അറിയാൻ പറ്റാത്ത. അത് ഒന്നുമില്ല, ഒരു ചെതമ്പല് അങ്ങ് കളയുക, കല്ലിലിട്ട് ഉരയ്ക്കുക, ഇല്ലേ നമ്മൾ പോയി. അത് അത്ര ശാശ്വതമല്ല, എന്നാലും പോകും കേട്ടോ. ചെറിയ ചെറിയ മീനിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പാത്രം തേക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതുണ്ട്, അതിട്ട് നല്ലപോലെ ഉരച്ചാൽ മതി. ചില ഇത് പിച്ചാത്തി ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് പിച്ചാത്തി ഇപ്പം നമ്മുടെ കൈ വശം ഇല്ലാത്തതുകൊണ്ടാണ് വെട്ട് കെട്ടിയിട്ട് ഈ പെടാപ്പാട് വിടും. പിന്നെ പൂ വലിച്ചങ്ങളെ ഇനിയിപ്പം ചെറിയ പീസായിട്ട് പോവാം കേട്ടോ. നമ്മുടെ നല്ല പിച്ചാത്തിയാണെങ്കിൽ തെറ്റിദ്ധരിക്കല്ലേ, ഇതൊന്ന് ചവിട്ടി പിടിക്കാൻ വേണ്ടി മാത്രം കാലുപയോഗിക്കുന്നതേ ഉള്ളൂ, എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. അപ്പം ഈ കാല് കൊണ്ടാണ് മീൻ മുറിക്കുന്നതെന്ന് ആരും ചോദിക്കല്ലേ. ഇതൊരു നമുക്ക് നല്ല പിച്ചാത്തി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ ഈ ഇത് എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മീൻ മേടിക്കാനായിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൂടെ വരും. വന്നിട്ട് ചേട്ടന്മാർക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ചേച്ചിമാരെയോ അത് വേണ്ട എന്ന് പറയും. അത് വെട്ടാനുള്ള മടി കൊണ്ടാണോ എന്താണെന്ന് അറിയാൻ മേല. ചിലപ്പം വെട്ടാനുള്ള മടി കൊണ്ടായിരിക്കും, ചിലപ്പം വേണ്ട എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ പണിയൊന്നുമില്ല, ആനപ്പണിയൊന്നുമില്ല. ചെതമ്പിലെത്തിക്കളയ രണ്ടോരോ ഒരയ്ക്കുക. അതേ ഇപ്പം നോക്കി ആ ഒരു വരാൽ നമ്മൾ വെട്ടിയതിൻ്റെ പീസായിരുന്നു. അതെ, അപ്പം ഇതും കൂട്ടിയെന്ന് അപ്പാപ്പി ഒരു ചോറും മണവടാന്നൊരു പിടിയുണ്ട് കേട്ടോ. ഇന്നിപ്പം നമ്മൾ പോയിട്ട് സത്യം പറഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ പോയിട്ട് മീനൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ ഒരു വരാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ചെമ്പല്ലി, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ചെമ്പല്ലികൾ. അപ്പോൾ ആ ചെമ്പല്ലികളൊന്ന് വെട്ടാൻ ഞാൻ പോവാം. അപ്പം ഇപ്പം എന്തുവാ പറയുന്നത്, ഇത് നമുക്ക് ഇനി ഒന്ന് കഴുകി ഒന്ന് ക്ലിയർ ആക്കേണ്ട കാര്യമുള്ളൂ കേട്ടത്. ഇപ്പത്തന്നെ ഒരു ശകലം ബ്ലഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കളയുക. ഇത് തന്നെ 1, 2, 3, 4, 5, 6, 7 എല്ലാം വലിയ പീസായിട്ടിരിക്കുക കേട്ടോ. 7, 8, 9, ഇത് 10. ഇത് പീസായിട്ട് കൂട്ടണ്ട 10. അപ്പോൾ നമുക്ക് ഒരു വരാലിൽ നിന്ന് നമുക്കിപ്പം 10 പീസ് കിട്ടി കേട്ടോ. അപ്പം അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ ആ ചെമ്പല്ലിങ്ങളൊന്ന് വെട്ടമുണ്ട്, അതൊന്ന് വെട്ടട്ടെ. അപ്പാപ്പിക്ക് കേട്ടോ, തലയുടെ പീസ് അപ്പാപ്പിക്ക്. ഇത് കൊച്ചവക്ക്, ഇത് നടുവത്തവക്ക്, ഇത് മൂത്തവൾ. പിന്നെ ഈ വരാല് നമ്മുടെ കായലിൽ നിന്നുള്ള വരാലും കാരിയും മാത്രമേ അവളും കൂട്ടത്തുള്ളൂ, മൂത്തയാവും. കൂളിയൊക്കെ ഇഷ്ടം പോലെ കൂട്ടിക്കൊണ്ടിരുന്ന പിള്ളേരാണ്. പക്ഷെ ഒരു വട്ടം മുള്ളൊന്ന് കൊണ്ടൊക്കെ ഉടക്കിയത് അത് നടന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ അപ്പം നമ്മുടെ ജോച്ചൻ വന്നു. അപ്പം ജോച്ചന് നമ്മുടെ ആ ചെമ്പല്ലി ജോച്ചനം കൊടുത്തു. അപ്പം നമുക്ക് ഇപ്പോൾ 10-11 പീസുണ്ട്. അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പം വൈഫ് ഇത് പീസ് ചിലപ്പം ചെറുതാക്കും കേട്ടോ, ചെറുതാക്കും. അപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുണ്ട്. ഒരു വരാലെന്ന് പറയാൻ നേരത്ത് അരക്കിലോ മേളിലുള്ള വരാലായിരുന്നു. അപ്പം അത് നമുക്ക് കറിക്കുള്ള 2 നേരത്തേക്കുള്ള കറിക്കുള്ള വരാലുണ്ട്. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് കേട്ടോ, നല്ല അടിപൊളി കറി.